ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വന്ന കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ അച്ഛനെ കൊലപ്പെടുത്തി മക്കൾ സമാധിയാക്കി എന്നുള്ളതല്ല ഇപ്പോൾ വന്നേക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ വന്നേക്കുന്ന റിപ്പോർട്ടിന് പ്രകാരം സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവിക മരണത്തിന് ശേഷമായിരിക്കണം അവർ സമാധിയിലേക്ക് അവരുടെ അച്ഛനെ കൊണ്ടുപോയത്. എന്നിട്ട് അതൊരു സമാധിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാവാം. ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം. 8 ഡോക്ടേഴ്സാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 3 പേര് ഫോറൻസിക് വിദഗ്ധരായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വന്ന റിപ്പോർട്ടിന് പ്രകാരമാണ് സ്വാഭാവിക മരണമാണെന്ന് സ്ഥിരീകരിച്ചത്. ഒരു കാര്യം നമ്മളിതിൽ ചിന്തിക്കണം. അച്ഛനെ കൊന്ന മക്കൾ എന്നുള്ളൊരു ലേബലാണ് ഇന്ന് മാറിയത്. അവരുടെ മക്കൾ അതിപ്പോൾ അവർ ചെയ്തതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ആരെയും അറിയിച്ചില്ല, അവർ സ്വന്തമായിട്ട് സമാധി ഉണ്ടാക്കി. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാമർശം അവർ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഇത് പക്ഷേ ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ എല്ലാവരും സത്യാവസ്ഥ എന്തെന്ന് അറിയണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. മരണശേഷമാണോ സമാധിയിലേക്ക് കൊണ്ടുപോയത്, മരിക്കുന്നതിന് മുന്നേ സമാധിയായി എന്ന് പറഞ്ഞ് സ്ലാവിട്ട് മൂടിയതാണോ എന്നുള്ള കാര്യം അറിയാനാണ് എല്ലാവരും ആഗ്രഹിച്ചത്. അത് കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇന്നത് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹം സ്വാഭാവിക മരണത്തിലാണ് കീഴടങ്ങിയത്. അദ്ദേഹത്തിന്റെ ശരീരത്ത് ഒരു കെമിക്കൽസും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വരുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. എന്തായാലും നിലവിലെ പ്രാഥമിക റിപ്പോർട്ടിന് പ്രകാരം ഒരു വിഷാംശമോ ഒന്നും ശരീരത്തിലില്ല. പിന്നെ ശ്വാസം മുട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശ്വാസം മുട്ടി മരണമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ സ്ലാബ് ഇട്ട് ജീവനോടെ വെച്ച് മൂടിയതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്വാസം മുട്ടി തന്നെ മരിക്കുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ ഒരു ഭസ്മമോ ഒരു കെമിക്കൽസും ഇല്ല. അതായത് ഭസ്മമൊക്കെ ഇട്ടാണ് അദ്ദേഹത്തെ സമാധിയിൽ വെച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം അതൊന്നും ശ്വസിച്ചിട്ടില്ല. അപ്പോൾ മരിച്ചതിന് ശേഷം തന്നെയാണ് ഭസ്മവും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ജീവനോടെ വെച്ച് അദ്ദേഹത്തെ സമാധി ചെയ്തതല്ല എന്നുള്ളതിനുള്ളൊരു തെളിവാണത്. അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ ഭസ്മമോ മറ്റൊരു വസ്തുവിൻ്റെ അംശവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു മുറിവോ ചതവോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ഇത് നോർമലായിട്ടുള്ള മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു നല്ല വാർത്ത കേട്ടതിൽ. കാരണം ഇതും ഒരു ദുരന്തമായി മാറുമോ എന്നുള്ളൊരു ചെറിയൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനും നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് താമസം. അപ്പോൾ എനിക്കും തോന്നിച്ചോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് വന്നത്. കാരണം ഭൂരിപക്ഷം പേരും പറഞ്ഞത് കൊലപാതകമായിരിക്കാം എന്നതായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, നോർമൽ മരണമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ രാസപരിശോധന ഫലം വരുള്ളൂ. അപ്പം അതിൽ ഈ ബാക്കി അറിയാൻ സാധിക്കും. ഇപ്പോൾ കുടുംബം അറിയിച്ചിട്ടുള്ളത് 3-നും 4-നും ഇടയ്ക്ക് മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മഹാസമാധി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു സമാധിയായിട്ട് വെച്ചിരുന്ന സാധനം ഇപ്പം ശരിക്കും അതൊരു മഹാസമാധിയാക്കി തന്നെ അവർ മാറ്റുകയാണ്. എന്തായാലും അതൊക്കെ അവരുടെ വിശ്വാസവും അവരുടേതായിട്ടുള്ള രീതികളും അവർ പിന്തുടർന്ന് ഓരോന്ന് ചെയ്യുന്നു. അതിൽ മറ്റുള്ളവർക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിംസ് ആശുപത്രിയിലാണ്, നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചേക്കുന്നത്. അവിടുന്ന് നാളെ 3-നും 4-നും ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പല മതാചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ വളരെ വലിയ രീതിയിൽ ഒരു മഹാസമാധി അവർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് വളരെ വിഷമം ഉണ്ടായൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. സ്വന്തം മക്കളെ എല്ലാവരും പ്രതിയാക്കിയ ഒരു സീനായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പരാതി കൊടുത്തവർക്ക് അവർക്ക് വിഷമം ഉണ്ടാക്കി. അത് ശരിക്കും അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് വളരെ മനോവിഷമമുണ്ടായൊരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഈ രീതിയിലായിരിക്കാം. എന്തായാലും വളരെ നല്ലൊരു റിസൾട്ട് വന്ന് അദ്ദേഹത്തിനെ കൊന്നതല്ല, അത് സാധാരണ മരണമാണ് എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാരിങ്ങനെ സമാധി ചെയ്യുമ്പോൾ നാട്ടുകാരെയൊക്കെ അറിയിച്ച് അവരുടെ അച്ഛൻ്റെ മരണശേഷം സമാധിയിലേക്ക് വയ്ക്കുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇങ്ങനത്തെ ഓരോരോ കോലാഹലങ്ങൾ ഉണ്ടാവത്തില്ല. എന്തായാലും നെയ്യാറ്റിൻകരക്കാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. എന്തായാലും ഗോപൻ സ്വാമിയെ കൊന്നതല്ല, അദ്ദേഹം മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സമാധി ഇനി നാളെ നമുക്കെല്ലാവർക്കും ടി വിയിൽ കാണാം. ബൈ.